അധ്യായം 16 അന്നഹൽ. അവതരണം മക്കയിൽ. സൂക്തങ്ങൾ 128. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരമകാരുണികനും ദയാപരനുമായ അല്ലാഹുവിന്റെ നാമത്തിൽ. അതാ അംറുല്ലാഹി ഫലാ തസ്തഅ്ജിലൂഹു സുബ്ഹാനഹു വതആല അമ്മാ യുശ്രികൂൻ. അല്ലാഹുവിന്റെ തീരുമാനം വന്നിരിക്കുന്നു, അതിനാൽ നിങ്ങളിനി അതിന് ധൃതി കാണിക്കേണ്ട. അവർ പങ്കുചേർക്കുന്നവരിൽ നിന്നെല്ലാം അല്ലാഹു ഏറെ പരിശുദ്ധനും ഉന്നതനുമാണ്. യുനസ്സിലുൽ മലായികത ബിർറൂഹി മിൻ അംരിഹി അലാ മൻ യശാഉ മിൻ ഇബാദിഹി അൻ അൻസിറൂ അന്നഹു ലാ ഇലാഹ ഇല്ലാ അല്ലാഹു തന്റെ ദാസന്മാരിൽ നിന്ന് താൻ ഇച്ഛിക്കുന്നവരുടെ മേൽ തന്റെ തീരുമാനപ്രകാരം ദിവ്യസന്ദേശവുമായി മലക്കുകളെ ഇറക്കുന്നു. നിങ്ങൾ ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുക, ഞാനല്ലാതെ ദൈവമില്ല, അതിനാൽ എന്നെ സൂക്ഷിച്ചു ജീവിക്കുക. ഖലഖസ് സമാവാതി വൽ അർദ ബിൽ ഹഖ് തആല അമ്മാ യുശ്രികൂൻ. ആകാശഭൂമികളെ അവൻ യാഥാർത്ഥ്യബോധത്തോടെ സൃഷ്ടിച്ചിരിക്കുന്നു. അവർ പങ്കുചേർക്കുന്നവയ്ക്കെല്ലാം അതീതനാണവൻ. ഖലഖൽ ഇൻസാന മിൻ നുത്ഫത്തിൻ ഫഇദാ ഹുവ ഖസീമുൻ മുബീൻ. അല്ലാഹു മനുഷ്യനെ സൃഷ്ടിച്ചത് ഒരു ശുക്ലകണത്തിൽ നിന്നാണ്, എന്നിട്ടും അവനിതാ തികഞ്ഞ താർക്കികനായിരിക്കുന്നു. വൽ അൻആമ ഖലഖഹാ ലകും ഫീഹാ ദിഫ്ഉൻ വമനാഫിഉ വമിൻഹാ തഅകുലൂൻ. അല്ലാഹു കന്നുകാലികളെ സൃഷ്ടിച്ചു, അവയിൽ നിങ്ങൾക്ക് തണുപ്പകറ്റാനുള്ള വസ്ത്രമുണ്ട്, മറ്റുപകാരങ്ങളും. നിങ്ങൾ അവയെ തിന്നുകയും ചെയ്യുന്നു. വലകും ഫീഹാ ജമാലുൻ ഹീന തുരീഹൂന വഹീന തസ്റഹൂൻ. നിങ്ങൾ കൗതുകത്തോടെയാണ് അവയെ മേച്ചിൽ സ്ഥലത്ത് നിന്ന് തിരിച്ചു കൊണ്ടുവരുന്നത്, മേയാൻ വിടുന്നതും അവ്വിധം തന്നെ. വതഹ്മിലു അസ്ഖാലകും ഇലാ ബലദിൻ ലം തകൂനൂ ബാലിഗീഹി ഇല്ലാ ബിശിഖ്ഖിൽ അൻഫുസ് ഇന്ന റബ്ബകും ലറഊഫുർ റഹീം. കടുത്ത ശാരീരിക പ്രയാസത്തോടെയല്ലാതെ നിങ്ങൾക്ക് ചെന്നെത്താനാവാത്ത നാട്ടിലേക്ക് അവ നിങ്ങളുടെ ഭാരങ്ങൾ ചുമന്നുകൊണ്ടുപോകുന്നു. നിങ്ങളുടെ നാഥൻ അതീവ ദയാലുവും പരമകാരുണികനുമാണ്. വൽ ഖൈല വൽ ബിഗാല വൽ ഹമീറ ലിതർകബൂഹാ വസീനഹ വയഖ്ലുഖു മാ ലാ തഅലമൂൻ. അവൻ കുതിരകളെയും കോവർ കഴുതകളെയും സൃഷ്ടിച്ചു, നിങ്ങൾക്ക് യാത്രയ്ക്കുപയോഗിക്കാനും അലങ്കാരമായും. നിങ്ങൾക്കറിയാത്ത പലതും അവൻ സൃഷ്ടിക്കുന്നു. വഅലല്ലാഹി ഖസ്ദുസ് സബീലി വമിൻഹാ ജാഇർ വലൗ ശാഅ ലഹദാകും അജ്മഈൻ. നേർവഴി കാണിക്കൽ അല്ലാഹുവിന്റെ ബാധ്യതയത്രേ. വഴികളിൽ പിഴച്ചവയുമുണ്ട്. അല്ലാഹു ഇച്ഛിച്ചിരുന്നെങ്കിൽ നിങ്ങളെയൊക്കെ അവൻ നേർവഴിയിലാക്കുമായിരുന്നു. ഹുവല്ലദീ അൻസല മിനസ് സമാഇ മാഅ ലകും മിൻഹു ശറാബുൻ വമിൻഹു ശജറുൻ ഫീഹി തുസീമൂൻ. അവനാണ് മാനത്തുനിന്ന് വെള്ളമിറക്കിയത്, നിങ്ങൾക്കുള്ള കുടിവെള്ളം അതാണ്. നിങ്ങൾ കാലികളെ മേയാൻ ഉപയോഗിക്കുന്ന ചെടികളുണ്ടാവുന്നതും അതിലൂടെയാണ്. യുൻബിതു ലകും ബിഹി الزرع والزيتون والنخيل والأعناب ومن كل الثمرات
إن في ذلك لآية لقوم يتفكرون. അതുവഴി അവൻ നിങ്ങൾക്ക് കൃഷിയും ഒലീവും ഈന്തപ്പനയും മുന്തിരിയും മുളപ്പിച്ചു തരുന്നു, എല്ലാ ഇനം കായ്ക്കനികളും. ചിന്തിക്കുന്ന ജനത്തിന് ഇതിലെല്ലാം ധാരാളം തെളിവുകളുണ്ട്. وسخر لكم الليل والنهار والشمس والقمر والنجوم مسخرات بأمره إن في ذلك لآيات لقوم يعقلون. അവൻ രാപ്പകലുകളെയും സൂര്യചന്ദ്രന്മാരെയും നിങ്ങൾക്ക് അധീനമാക്കി തന്നു. അവന്റെ കൽപ്പനപ്രകാരം എല്ലാ നക്ഷത്രങ്ങളും വിധേയമാക്കപ്പെട്ടിരിക്കുന്നു. ചിന്തിക്കുന്ന ജനത്തിന് ഇതിൽ ധാരാളം തെളിവുകളുണ്ട്. وما ذرأ لكم في الأرض مختلفا ألوانه إن في ذلك لآية لقوم يذكرون. അവൻ ഭൂമിയിൽ നിങ്ങൾക്കായി വിവിധ വർണ്ണങ്ങളിൽ നിരവധി വസ്തുക്കൾ സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട്. പാഠം ഉൾക്കൊള്ളുന്ന ജനത്തിന് അവയിലും മഹത്തായ തെളിവുണ്ട്. وهو الذي سخر البحر لتأكلوا منه لحما طريا وتستخرجوا منه حلية تلبسونها وترى الفلك مواخر فيه ولتبتغوا من فضله ولعلكم تشكرون. അവൻ സമുദ്രത്തെ നിങ്ങൾക്ക് വിധേയമാക്കി തന്നു. നിങ്ങൾ അതിൽ നിന്ന് പുതുമാംസം ഭക്ഷിക്കാനും നിങ്ങൾ കണിയാനുള്ള ആഭരണങ്ങൾ കണ്ടെടുക്കാനും. കപ്പൽ അതിലെ തിരമാലകളെ കീറിമുറിച്ച് സഞ്ചരിക്കുന്നത് നീ കാണുന്നുണ്ടല്ലോ. നിങ്ങൾ അല്ലാഹുവിന്റെ ഔദാര്യം തേടാൻ വേണ്ടി നിങ്ങൾ അവനോട് നന്ദി കാണിക്കുന്നവരാകാനും. وألقى في الأرض رواسي أن تميد بكم وأنهارا وسبلا لعلكم تهتدون. ഭൂമിയിൽ ഊന്നിയുറച്ചു നിൽക്കുന്ന മലകൾ നാം സ്ഥാപിച്ചിരിക്കുന്നു, ഭൂമി നിങ്ങളെയും കൊണ്ട് ആടിയുലയാതിരിക്കാൻ. അവൻ പുഴകളും പെരുവഴികളുമുണ്ടാക്കി നിങ്ങൾ നേർവഴി പ്രാപിക്കാൻ. وعلامات وبالنجم هم يهتدون. കൂടാതെ വേറെയും വഴിയടയാളങ്ങളുണ്ട്, നക്ഷത്രങ്ങൾ മുഖേനയും അവർ വഴി കണ്ടെത്തുന്നു. أفمن يخلق كمن لا يخلق أفلا تذكرون. അപ്പോൾ പടച്ചവൻ പടക്കാത്തവരെ പോലെയാണോ? നിങ്ങൾ ചിന്തിച്ചു മനസ്സിലാക്കുന്നില്ലേ? وإن تعدوا نعمة الله لا تحصوها إن الله لغفور رحيم. അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ എണ്ണുകയാണെങ്കിൽ നിങ്ങൾക്കവ തിട്ടപ്പെടുത്താനാവില്ല. തീർച്ചയായും അല്ലാഹു ഏറെ പൊറുക്കുന്നവനും ദയാപരനുമാണ്. والله يعلم ما تسرون وما تعلنون. നിങ്ങൾ ഒളിപ്പിച്ചു വെക്കുന്നതും തെളിയിച്ചു കാണിക്കുന്നതും അല്ലാഹു അറിയുന്നു. والذين يدعون من دون الله لا يخلقون شيئا وهم يخلقون. അല്ലാഹുവെ വിട്ട് അവർ വിളിച്ചു പ്രാർത്ഥിക്കുന്നവരാരും ഒന്നും സൃഷ്ടിക്കുന്നില്ല, എന്നല്ല അവർ തന്നെ സൃഷ്ടിക്കപ്പെടുന്നവരാണ്. أموات غير أحياء وما يشعرون أيان يبعثون. അവർ മൃതശരീരങ്ങളാണ്, ജീവനില്ലാത്തവർ. തങ്ങൾ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക എപ്പോഴെന്നു പോലും അവരറിയുന്നില്ല. إلهكم إله واحد فالذين لا يؤمنون بالآخرة قلوبهم منكرة وهم مستكبرون. നിങ്ങളുടെ ദൈവം ഏകദൈവമാണ്, എന്നാൽ പരലോകത്തിൽ വിശ്വസിക്കാത്തവരുടെ ഹൃദയങ്ങൾ അതിനെ നിഷേധിക്കുന്നവയാണ്,
അവർ അഹങ്കാരികളാണ്. لا جرم أن الله يعلم ما يسرون وما يعلنون إنه لا يحب المستكبرين. അവർ ഒളിപ്പിച്ചു വെക്കുന്നതും തെളിയിച്ചു കാണിക്കുന്നതും അല്ലാഹു അറിയുന്നു. അഹങ്കാരികളെ അവൻ ഇഷ്ടപ്പെടുന്നില്ല, തീർച്ച. وَإِذَا قِيلَ لَهُم مَّاذَا أَنزَلَ رَبُّكُمْ قَالُوا أَسَاطِيرُ الْأَوَّلِينَ. നിങ്ങളുടെ നാഥൻ ഇറക്കിത്തന്നത് എന്താണെന്ന് ചോദിച്ചാൽ അവർ പറയും, പൂർവികരുടെ പഴങ്കഥകൾ. لِيَحْمِلُوا أَوْزَارَهُمْ كَامِلَةً يَوْمَ الْقِيَامَةِ وَمِنْ أَوْزَارِ الَّذِينَ يُضِلُّونَهُم بِغَيْرِ عِلْمٍ أَلَا سَاءَ مَا يَزِرُونَ. ഉയിർത്തെഴുന്നേൽപ്പ് നാളിൽ തങ്ങളുടെ പാപഭാരം പൂർണ്ണമായും ചുമക്കാനാണിത് ഇടവരുത്തുക. ഒരു വിവരവുമില്ലാതെ തങ്ങൾ വഴിപിഴപ്പിച്ചുകൊണ്ടിരിക്കുന്നവരുടെ പാപഭാരങ്ങളിൽ ഒരു പങ്കും അവർ പേറേണ്ടിവരും. അറിയുക, എത്ര ചീത്ത ഭാരമാണ് അവർ ചുമന്നുകൊണ്ടിരിക്കുന്നത്. قد مكر الذين من قبلهم فأتى الله بنيانهم من القواعد فخر عليهم السقف من فوقهم وأتاهم العذاب من حيث لا يشعرون. അവർക്ക് മുമ്പുള്ളവരും ഇങ്ങനെ പല തന്ത്രങ്ങളും പ്രയോഗിച്ചിട്ടുണ്ട്. എന്നാൽ അവർ കെട്ടിയുണ്ടാക്കിയ കൗശലപ്പുരയുടെ അസ്ഥിവാരം തന്നെ അല്ലാഹു തകർത്തു കളഞ്ഞു. അതോടെ അതിന്റെ മേൽപ്പുര അവരുടെ മേൽ തകർന്നു വീണു. അവർക്കറിയാത്ത ഭാഗത്തു നിന്നാണ് ശിക്ഷകൾ അവർക്കുമേൽ വന്നു വീണത്. ثم يوم القيامة يخزيهم ويقول أين شركائي الذين كنتم تشاقون فيهم قال الذين أوتوا العلم إن الخزي اليوم والسوء على الكافرين. പിന്നീട് ഉയിർത്തെഴുന്നേൽപ്പ് നാളിൽ അല്ലാഹു അവരെ നിന്ദ്യരാക്കും. അവൻ അവരോടിങ്ങനെ ചോദിക്കും, ഇപ്പോൾ എന്റെ പങ്കാളികളെവിടെ? അവർക്ക് വേണ്ടിയായിരുന്നുവല്ലോ നിങ്ങൾ ചേരിതിരിഞ്ഞ് തർക്കിച്ചിരുന്നത്. അറിവുള്ളവർ പറയും, ഇന്ന് നിന്ദ്യതയും ശിക്ഷയും സത്യനിഷേധികൾക്കു തന്നെ. الذين تتوفاهم الملائكة ظالمي أنفسهم فألقوا السلم ما كنا نعمل من سوء بلى إن الله عليم بما كنتم تعملون. തങ്ങളോട് തന്നെ ദ്രോഹം ചെയ്തുകൊണ്ടിരിക്കെ മലക്കുകൾ ജീവൻ പിടിച്ചെടുക്കുമ്പോൾ അവർ അല്ലാഹുവിന് കീഴ്പ്പെടും. ഞങ്ങൾ തെറ്റൊന്നും ചെയ്തിരുന്നില്ലല്ലോ എന്ന് പറയുകയും ചെയ്യും. എന്നാൽ നിശ്ചയമായും നിങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരുന്നതിനെപ്പറ്റി നന്നായി അറിയുന്നവനാണ് അല്ലാഹു. أبواب جهنم خالدين فيها فلبئس مثوى المتكبرين. അതിനാൽ നരക കവാടങ്ങളിലൂടെ കടന്നുകൊള്ളുക, നിങ്ങൾ അവിടെ നിത്യവാസികളായിരിക്കും. അഹങ്കാരികളുടേത് എത്ര ചീത്ത സങ്കേതം. وقيل للذين اتقوا ماذا أنزل ربكم قالوا خيرا للذين أحسنوا في هذه الدنيا حسنة ولدار الآخرة خير ولنعم دار المتقين. സൂക്ഷ്മത പാലിച്ചവരോട് ചോദിക്കും, നിങ്ങളുടെ നാഥൻ എന്താണ് ഇറക്കിത്തന്നത്? അപ്പോഴവർ പറയും, നല്ലതു തന്നെ. സുഹൃതം ചെയ്തവർക്ക് ഈ ലോകത്തു തന്നെ സദ്ഫലമുണ്ട്. പരലോക ഭവനമോ
കൂടുതൽ ഉത്തമവും. ഭക്തന്മാർക്കുള്ള ഭവനം എത്ര മഹത്തരം! جنات عدن يدخلونها تجري من تحتها الأنهار لهم فيها ما يشاءون كذلك يجزي الله المتقين. സ്ഥിരവാസത്തിനുള്ള സ്വർഗീയാരാമങ്ങളാണത്. അവരതിൽ പ്രവേശിക്കും. അതിന്റെ താഴ്ഭാഗത്തൂടെ നദികളൊഴുകിക്കൊണ്ടിരിക്കും. അവരാഗ്രഹിക്കുന്നതൊക്കെ അവർക്കവിടെ കിട്ടും. അவ்விധമാണ് അല്ലാഹു സൂക്ഷ്മതയുള്ളവർക്ക് പ്രതിഫലം നൽകുന്നത്. الذين تتوفاهم الملائكة طيبين يقولون سلام عليكم ادخلوا الجنة بما كنتم تعملون. വിശുദ്ധരായിരിക്കെ മലക്കുകൾ മരിപ്പിക്കുന്നവരാണവർ. മലക്കുകൾ അവരോട് പറയും, നിങ്ങൾക്കു ശാന്തി, നിങ്ങൾ സ്വർഗത്തിൽ പ്രവേശിച്ചുകൊള്ളുക. നിങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരുന്നതിന്റെ പ്രതിഫലമാണിത്. هل ينظرون إلا أن تأتيهم الملائكة أو يأتي أمر ربك كذلك فعل الذين من قبلهم وما ظلمهم الله ولكن كانوا أنفسهم يظلمون. ഈ ജനത്തിനെന്താണ് പ്രതീക്ഷിക്കാനുള്ളത്? അവരുടെ അടുത്ത് മലക്കുകൾ വരുന്നതോ അല്ലെങ്കിൽ നിന്റെ നാഥന്റെ കൽപ്പന വന്നെത്തുന്നതോ അല്ലാതെ? അவ்விധം തന്നെയാണ് അവർക്ക് മുമ്പുള്ളവരും ചെയ്തത്. അല്ലാഹു അവരോട് ഒരക്രമവും ചെയ്തിട്ടില്ല. അവർ തങ്ങളോട് തന്നെ അക്രമം കാണിക്കുകയായിരുന്നു. فأصابهم سيئات ما عملوا وحاق بهم ما كانوا به يستهزئون. അങ്ങനെ അവർ ചെയ്തതിന്റെ ദുരന്ത ഫലങ്ങൾ അവരെ ബാധിച്ചു. അവർ കളിയാക്കി തള്ളിയിരുന്ന ശിക്ഷ അവരെ വലയം ചെയ്തു. وقال الذين أشركوا لو شاء الله ما عبدنا من دونه من شيء نحن ولا آباؤنا ولا حرمنا من دونه من شيء كذلك فعل الذين من قبلهم فهل على الرسل إلا البلاغ المبين. ബഹുദൈവ വിശ്വാസികൾ പറഞ്ഞു, അല്ലാഹു ഇച്ഛിച്ചിരുന്നെങ്കിൽ ഞങ്ങളോ ഞങ്ങളുടെ പിതാക്കന്മാരോ അവനെ വിട്ട് ഒന്നിനെയും പൂജിക്കുമായിരുന്നില്ല. അവന്റെ വിധിയില്ലാതെ ഒന്നും നിഷിദ്ധമാക്കുമായിരുന്നില്ല. അവർക്കു മുമ്പുള്ളവരും ഇതുതന്നെ ചെയ്തിട്ടുണ്ട്. സന്ദേശം വ്യക്തമായി എത്തിച്ചു കൊടുക്കുകയെന്നതല്ലാത്ത എന്തു ബാധ്യതയാണ് ദൈവദൂതന്മാർക്കുള്ളത്? وَلَقَدْ بَعَثْنَا فِي كُلِّ أُمَّةٍ رَسُولًا أَنِ اعْبُدُوا اللَّهَ وَاجْتَنِبُوا الطَّاغُوتَ فَمِنْهُمْ مَنْ هَدَى اللَّهُ وَمِنْهُمْ مَنْ حَقَّتْ عَلَيْهِ الضَّلَالَةُ فسيروا في الأرض فانظروا كيف كان عاقبة المكذبين. നിശ്ചയമായും എല്ലാ സമുദായത്തിലും നാം ദൂതനെ നിയോഗിച്ചിട്ടുണ്ട്. അവരൊക്കെ പറഞ്ഞതിതാണ്, നിങ്ങൾ അല്ലാഹുവിന് വഴിപ്പെടുക, വ്യാജദൈവങ്ങളെ വർജിക്കുക. അങ്ങനെ അവരിൽ ചിലരെ അല്ലാഹു നേർവഴിയിലാക്കി, മറ്റു ചിലരെ ദുർമാർഗം കീഴ്പ്പെടുത്തുകയും ചെയ്തു. അതിനാൽ നിങ്ങൾ ഭൂമിയിലൂടെ സഞ്ചരിക്കൂ. എന്നിട്ട് സത്യത്തെ നിഷേധിച്ചു തള്ളിയവരുടെ ഒടുക്കം എവ്വിധമായിരുന്നുവെന്ന് നോക്കിക്കാണുക. ഇൻ തഹ്രിസ് അലാ ഹുദാഹും ഫഇന്നല്ലാഹ ലാ യഹ്ദി മൻ യുദിൽ വമാ ലഹും മിൻ നാസിരീൻ. അവരെ നേർവഴിയിലാക്കണമെന്ന് നീ എത്ര തന്നെ ആഗ്രഹിച്ചാലും അല്ലാഹു വഴികേടിലാക്കുന്നവരെ അവൻ നേർവഴിയിലാക്കുകയില്ല. അവർക്ക് സഹായികളായി
ആരുമില്ല. وأقسموا بالله جهد أيمانهم لا يبعث الله من يموت بلى وعدا عليه حقا ولكن أكثر الناس لا يعلمون. അല്ലാഹുവിന്റെ പേരിൽ തങ്ങൾക്കാവും വിധം ദൃഢതയോടെ ആണയിട്ട് അവർ പറയുന്നു, മരിച്ചവരെ അല്ലാഹു വീണ്ടും ജീവിപ്പിച്ചെഴുന്നേൽപ്പിക്കുകയില്ല. എന്നാൽ അങ്ങനെയല്ല, അതൊരു വാഗ്ദാനമാണ്. അതിന്റെ പൂർത്തീകരണം അല്ലാഹു തന്റെ ബാധ്യതയായി ഏറ്റെടുത്തിരിക്കുന്നു. എന്നാൽ മനുഷ്യരിലേറെ പേരും അതറിയുന്നില്ല. ليبين لهم الذي يختلفون فيه وليعلم الذين كفروا أنهم كانوا كاذبين. തങ്ങൾ ഭിന്നിച്ചുകൊണ്ടിരിക്കുന്നവയുടെ നിജസ്ഥിതി സത്യനിഷേധികൾക്ക് വിവരിച്ചു കൊടുക്കാനാണിത്. തങ്ങൾ കള്ളം പറയുന്നവരായിരുന്നുവെന്ന് അവർക്ക് ബോധ്യമാകാനും. إنما قولنا لشيء إذا أردناه أن نقول له كن فيكون. ഒരു വസ്തു ഉണ്ടാകണമെന്ന് നാം ഉദ്ദേശിച്ചാൽ ഉണ്ടാകൂ എന്ന് കൽപ്പിക്കുകയേ വേണ്ടൂ, അപ്പോഴേക്കും അതുണ്ടാകുന്നു. والذين هاجروا في الله من بعد ما ظلموا لنبوئنهم في الدنيا حسنة ولأجر الآخرة أكبر لو كانوا يعلمون. മർദ്ദനത്തിനിരയായ ശേഷം അല്ലാഹുവിന്റെ മാർഗത്തിൽ പലായനം ചെയ്തവർക്ക് നാം ഈ ലോകത്ത് മെച്ചമായ പാർപ്പിടം ഒരുക്കിക്കൊടുക്കുക തന്നെ ചെയ്യും. പരലോകത്തെ പ്രതിഫലമോ അതിമഹത്തരവും. അവരിതെല്ലാം അറിഞ്ഞിരുന്നെങ്കിൽ. الذين صبروا وعلى ربهم يتوكلون. അവരോ ക്ഷമ പാലിക്കുകയും തങ്ങളുടെ നാഥനിൽ ഭരമേൽപ്പിക്കുകയും ചെയ്തവരാണ്. وما أرسلنا من قبلك إلا رجالا نوحي إليهم فاسألوا أهل الذكر إن كنتم لا تعلمون. ചില പുരുഷന്മാരെയല്ലാതെ നിനക്ക് മുമ്പ് നാം ദൂതന്മാരായി ആരെയും നിയോഗിച്ചിട്ടില്ല. നാം അവർക്ക് സന്ദേശം നൽകുന്നു. ഇതൊന്നും നിങ്ങൾക്കറിയില്ലെങ്കിൽ നേരത്തെ ഉദ്ബോധനം ലഭിച്ചവരോട് ചോദിച്ചറിയുക. بالبينات والزبر وأنزلنا إليك الذكر لتبين للناس ما نزل إليهم ولعلهم يتفكرون. വ്യക്തമായ പ്രമാണങ്ങളും വേദപുസ്തകങ്ങളുമായാണ് നാം അവരെ നിയോഗിച്ചത്. ഇപ്പോൾ നിനക്കും നാം ഇതാ ഈ വേദപുസ്തകം ഇറക്കി തന്നിരിക്കുന്നു, ജനങ്ങൾക്കായി അവതീർണമായത് നീ അവർക്ക് വിശദീകരിച്ചു കൊടുക്കാൻ. അങ്ങനെ ജനം ചിന്തിച്ചു മനസ്സിലാക്കട്ടെ. أفأمن الذين مكروا السيئات أن يخسف الله بهم الأرض أو يأتيهم العذاب من حيث لا يشعرون. നീചമായ കുതന്ത്രങ്ങൾ പ്രയോഗിക്കുന്നവരിപ്പോൾ സമാശ്വസിക്കുകയാണോ അല്ലാഹു അവരെ ഭൂമിയിൽ ആഴ്ത്തിക്കളയുകയില്ലെന്ന്? അല്ലെങ്കിൽ വിചാരിക്കാത്ത ഭാഗത്തുനിന്ന് ശിക്ഷ അവർക്ക് വന്നെത്തുകയില്ലെന്ന്? أو يأخذهم في تقلبهم فما هم بمعجزين. അല്ലെങ്കിൽ അവരുടെ പോക്കുവരവിനിടയിൽ അവർക്ക് അതിജയിക്കാനാവാത്ത വിധം അല്ലാഹു അവരെ പിടികൂടുകയില്ലെന്നാണോ അവരാശ്വസിക്കുന്നത്? أو يأخذهم على تخوف فإن ربكم لرؤوف رحيم. അതുമല്ലെങ്കിൽ അവർ പേടിച്ചു വിറച്ചുകൊണ്ടിരിക്കെ അല്ലാഹു അവരെ പിടികൂടുകയില്ലെന്ന്? എന്നാൽ നിങ്ങളുടെ നാഥൻ ഏറെ കരുണയുള്ളവനും പരമദയാലുവുമാണ്. أولم يروا إلى ما خلق الله من شيء يتفيأ ظلاله عن اليمين والشمائل سجدا لله وهم داخرون.
പടച്ചവൻ പടച്ച പദാർത്ഥങ്ങളുടെ നിഴലുകൾ പോലും ഇടത്തോട്ടും വലത്തോട്ടും ചാഞ്ഞും ചെരിഞ്ഞും ഏറെ വിനീതമായി അല്ലാഹുവിന് പ്രണാമമർപ്പിക്കുന്നത് ഇവർ കാണുന്നില്ലേ? വലില്ലാഹി യസ്ജുദു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദി മിൻ ദാബത്തിൻ വൽ മലായികതു വഹും ലാ യസ്തക്ബിറൂൻ. വിണ്ണിലും മണ്ണിലുമുള്ള ജീവികളൊക്കെയും അല്ലാഹുവിന് സുജൂദ് ചെയ്യുന്നു. മലക്കുകൾ പോലും താൻ പോരിമ നടിക്കാതെ അവനെ സുജൂദ് ചെയ്യുന്നു. യഖാഫൂന റബ്ബഹും മിൻ ഫൗഖിഹിം വയഫ്അലൂന മാ യുഅ്മറൂൻ. അവരൊക്കെയും തങ്ങളുടെ മീതെയുള്ള നാഥനെ ഭയപ്പെടുന്നു. അവൻ കൽപ്പിക്കുന്നതൊക്കെയും അവർ പ്രാവർത്തികമാക്കുന്നു. وقال الله لا تتخذوا إلهين اثنين إنما هو إله واحد فإياي فارهبون. അല്ലാഹു കൽപ്പിച്ചിരിക്കുന്നു, രണ്ട് ദൈവങ്ങളെ നിങ്ങൾ സ്വീകരിക്കരുത്. ഒരൊറ്റ ദൈവമേയുള്ളൂ, അതിനാൽ നിങ്ങൾ എന്നെ മാത്രം ഭയപ്പെടുക. وله ما في السماوات والأرض وله الدين واصبا أفغير الله تتقون. ആകാശഭൂമികളിലുള്ളതെല്ലാം അല്ലാഹുവിൻ്റെതാണ്. അവിരാമമായ വണക്കം അവന് മാത്രം. എന്നിട്ടും അല്ലാഹു അല്ലാത്തവരോടാണോ നിങ്ങൾ ഭക്തി പുലർത്തുന്നത്? وما بكم من نعمة فمن الله ثم إذا مسكم الضر فإليه تجأرون. നിങ്ങൾക്കുണ്ടാവുന്ന ഏതനുഗ്രഹവും അല്ലാഹുവിൽ നിന്നുള്ളതാണ്. പിന്നീട് നിങ്ങൾക്ക് വല്ല വിപത്തും വന്നുപെട്ടാൽ അവങ്കലേക്ക് തന്നെയാണ് നിങ്ങൾ വേവലാദികളോടെ പാഞ്ഞടുക്കുന്നത്. ثم إذا كشف الضر عنكم إذا فريق منكم بربهم يشركون. പിന്നെ നിങ്ങളിൽ നിന്ന് ആ വിപത്ത് അവൻ നീക്കിക്കളഞ്ഞാൽ നിങ്ങളിൽ ഒരു വിഭാഗം തങ്ങളുടെ നാഥനിൽ മറ്റുള്ളവരെ പങ്കുചേർക്കുന്നു. ليكفروا بما آتيناهم فتمتعوا فسوف تعلمون. നാം അവർക്ക് നൽകിയതിനോടുള്ള നന്ദികേട് കാണിക്കലാണിത്. അതിനാൽ നിങ്ങൾ സുഖിച്ചുകൊള്ളുക. വൈകാതെ എല്ലാം നിങ്ങൾ അറിയും. ويجعلون لما لا يعلمون نصيبا مما رزقناهم تالله لتسألن عما كنتم تفترون. നാം അവർക്ക് നൽകിയതിൽ നിന്ന് ഒരു വിഹിതം അവർക്ക് തന്നെ അറിയാത്ത ചിലതിനായി അവർ നീക്കിവെക്കുന്നു. അല്ലാഹുവാണ് സത്യം. നിങ്ങൾ കൃത്രിമമായി കെട്ടിച്ചമക്കുന്നതിനെ സംബന്ധിച്ച് നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും. ويجعلون لله البنات سبحانه ولهم ما يشتهون. അല്ലാഹുവിന് പെൺമക്കളുണ്ടെന്ന് അവർ ആരോപിക്കുന്നു. അവൻ എത്ര പരിശുദ്ധൻ! അവർക്കോ അവർ ഇഷ്ടപ്പെടുന്നത്. وإذا بشر أحدهم بالأنثى ظل وجهه مسودا وهو كظيم. അവരിലൊരാൾക്ക് പെൺകുഞ്ഞു പിറന്നതായി സന്തോഷവാർത്ത ലഭിച്ചാൽ ദുഃഖത്താൽ അവന്റെ മുഖം കറുത്തിരുളും. يتوارى من القوم من سوء ما بشر به أيمسكه على هون أم يدسه في التراب ألا ساء ما يحكمون. തനിക്ക് ലഭിച്ച സന്തോഷവാർത്തയുണ്ടാക്കുന്ന അപമാനത്താൽ അവൻ ആളുകളിൽ നിന്ന് ഒളിഞ്ഞുമറയുന്നു. അയാളുടെ പ്രശ്നം അപമാനം സഹിച്ച് അതിനെ നിലനിർത്തണമോ അതല്ല മണ്ണിൽ കുഴിച്ചു മൂടണമോ എന്നതാണ്. അറിയുക, അവരുടെ തീരുമാനം വളരെ നീചം തന്നെ. للذين لا يؤمنون بالآخرة مثل السوء ولله المثل الأعلى وهو العزيز الحكيم. പരലോകത്തിൽ വിശ്വസിക്കാത്തവർക്കാണ് പതിതാവസ്ഥ.
അത്യുന്നതാവസ്ഥ അല്ലാഹുവിനാണ്. അവൻ അജയ്യനും യുക്തിമാനുമാണ്. ولو يؤاخذ الله الناس بظلمهم ما ترك عليها من دابة ولكن يؤخرهم إلى أجل مسمى فإذا جاء أجلهم لا يستأخرون ساعة ولا يستقدمون. ജനത്തെ അവരുടെ അക്രമത്തിന്റെ പേരിൽ അല്ലാഹു പെട്ടെന്ന് പിടികൂടുകയാണെങ്കിൽ ഭൂമുഖത്ത് ഒരു ജീവിയെയും അവൻ വിട്ടേക്കുമായിരുന്നില്ല. എന്നാൽ നിശ്ചിത അവധി വരെ അവർക്ക് അവൻ അവസരം അനുവദിക്കുകയാണ്. അങ്ങനെ അവരുടെ കാലാവധി വന്നെത്തിയാൽ പിന്നെ ഒരു നിമിഷം പോലും അവർക്കത് വൈകിക്കാനാവില്ല, നേരത്തെയാക്കാനും സാധ്യമല്ല. وَيَجْعَلُونَ لِلَّهِ مَا يَكْرَهُونَ وَتَصِفُ أَلْسِنَتُهُمُ الْكَذِبَ أَنَّ لَهُمُ الْحُسْنَى لَا جَرَمَ أَنَّ لَهُمُ النَّارَ وَأَنَّهُمْ مُفْرَطُونَ. അവർ തങ്ങൾക്കായി ഇഷ്ടപ്പെടാത്ത വസ്തുക്കൾ അല്ലാഹുവിനുള്ളതായി സങ്കൽപ്പിക്കുന്നു. ഏറ്റവും നല്ലത് മാത്രമാണ് തങ്ങൾക്കുണ്ടാവുകയെന്ന് അവരുടെ നാവുകൾ കള്ളം പറയുന്നു. സംശയമില്ല, അവർക്കുള്ളത് നരകമാണ്. മറ്റാരേക്കാളും മുമ്പേ അവരാണ് അവിടേക്ക് നയിക്കപ്പെടുക. تَاللَّهِ لَقَدْ أَرْسَلْنَا إِلَى أُمَمٍ مِّن قَبْلِكَ فَزَيَّنَ لَهُمُ الشَّيْطَانُ أَعْمَالَهُمْ فَهُوَ وَلِيُّهُمُ الْيَوْمَ وَلَهُمْ عَذَابٌ أَلِيمٌ. അല്ലാഹുവാണ് സത്യം. നിനക്ക് മുമ്പ് പല സമുദായങ്ങളിലേക്കും നാം ദൂതന്മാരെ അയച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ ആ ജനത്തിന്റെ ദുർവൃത്തികൾ പിശാച് അവർക്ക് ചേതോഹരമാക്കി തോന്നിക്കുകയായിരുന്നു. അതിനാൽ അവനാണ് ഇന്ന് അവരുടെ രക്ഷാധികാരി. അവർക്ക് വേദനയേറിയ ശിക്ഷയുണ്ട്. وَمَا أَنزَلْنَا عَلَيْكَ الْكِتَابَ إِلَّا لِتُبَيِّنَ لَهُمُ الَّذِي اخْتَلَفُوا فِيهِ وَهُدًى وَرَحْمَةً لِقَوْمٍ يُؤْمِنُونَ. നിനക്ക് നാം വേദപുസ്തകം ഇറക്കിത്തന്നത് അവർക്കിടയിൽ അഭിപ്രായ ഭിന്നതകളുള്ള കാര്യങ്ങളുടെ യാഥാർത്ഥ്യം അവർക്ക് വിവരിച്ചു കൊടുക്കാനാണ്, വിശ്വസിക്കുന്ന ജനത്തിന് നേർവഴി കാട്ടാനും ഒപ്പം അനുഗ്രഹമായും. വല്ലാഹു അൻസല മിനസ് സമാഇ മാഅൻ ഫഅഹ്യാ ബിഹിൽ അർദ ബഅദ മൗതിഹാ ഇന്ന ഫീ ദാലിക ലആയതൻ ലിഖൗമിൻ യസ്മഊൻ. അല്ലാഹു മാനത്ത് നിന്ന് മഴ പെയ്യിച്ചു, അതുവഴി അവൻ ജീവനറ്റ ഭൂമിക്ക് ജീവനേകി. സംശയമില്ല, കേട്ടറിയുന്ന ജനത്തിന് ഇതിൽ ദൃഷ്ടാന്തമുണ്ട്. وَإِنَّ لَكُمْ فِي الْأَنْعَامِ لَعِبْرَةً نُسْقِيكُم مِّمَّا فِي بُطُونِهِ مِن بَيْنِ فَرْثٍ وَدَمٍ لَبَنًا خَالِصًا سَائِغًا لِلشَّارِبِينَ. നിശ്ചയമായും കന്നുകാലികളിലും നിങ്ങൾക്ക് പാഠമുണ്ട്. അവയുടെ വയറ്റിലുള്ളതിൽ നിന്ന്, ചാണകത്തിനും ചോരയ്ക്കുമിടയിൽ നിന്ന് നിങ്ങളെ നാം ശുദ്ധമായ പാൽ കുടിപ്പിക്കുന്നു. കുടിക്കുന്നവർക്കെല്ലാം ആനന്ദദായകമാണത്. وَمِن ثَمَرَاتِ النَّخِيلِ وَالْأَعْنَابِ تَتَّخِذُونَ مِنْهُ سَكَرًا وَرِزْقًا حَسَنًا إِنَّ فِي ذَلِكَ لَآيَةً لِقَوْمٍ يَعْقِلُونَ. ഈന്തപ്പനയുടെയും മുന്തിരിവള്ളിയുടെയും പഴങ്ങളിൽ നിന്ന് നിങ്ങൾ ലഹരി പദാർത്ഥവും നല്ല ആഹാരവും ഉണ്ടാക്കുന്നു. ചിന്തിക്കുന്ന ജനത്തിന് തീർച്ചയായും അതിൽ അടയാളമുണ്ട്.
وأوحى ربك إلى النحل أن اتخذي من الجبال بيوتا ومن الشجر ومما يعرشون. നിന്റെ നാഥൻ തേനീച്ചയ്ക്ക് ബോധനം നൽകി. മലകളിലും മരങ്ങളിലും മനുഷ്യർ കെട്ടിയുയർത്തുന്ന പന്തലുകളിലും നിങ്ങൾ കൂടുണ്ടാക്കുക. ثم كلي من كل الثمرات فاسلكي سبل ربك ذللا يخرج من بطونها شراب مختلف ألوانه فيه شفاء للناس إن في ذلك لآية لقوم يتفكرون. പിന്നെ എല്ലാത്തരം ഫലങ്ങളിൽ നിന്നും ഭക്ഷിക്കുക. അങ്ങനെ നിന്റെ നാഥൻ പാകപ്പെടുത്തിവെച്ച വഴികളിൽ പ്രവേശിക്കുക. അവയുടെ വയറുകളിൽ നിന്ന് വർണ്ണവൈവിധ്യമുള്ള പാനീയം സ്രവിക്കുന്നു. അതിൽ മനുഷ്യർക്ക് രോഗശമനമുണ്ട്. ചിന്തിക്കുന്ന ജനത്തിന് ഇതിലും ദൃഷ്ടാന്തമുണ്ട്. വല്ലാഹു ഖലഖകും സുമ്മ യതവഫാകും ومنكم من يرد إلى أرذل العمر لكي لا يعلم بعد علم شيئا إن الله عليم قدير. അല്ലാഹു നിങ്ങളെ സൃഷ്ടിച്ചു, പിന്നെ നിങ്ങളെ അവൻ മരിപ്പിക്കുന്നു. നിങ്ങളിൽ ചിലർ അങ്ങേയറ്റത്തെ വാർദ്ധക്യത്തിലേക്ക് തള്ളപ്പെടുന്നു. അറിയാവുന്ന അവസ്ഥയ്ക്ക് ശേഷം ഒന്നും അറിയാത്ത സ്ഥിതിയിലെത്താൻ അല്ലാഹു എല്ലാം അറിയുന്നവനാണ്, എല്ലാറ്റിനും കഴിവുറ്റവനും. വല്ലാഹു ഫദ്ദല ബഅദകും അലാ ബഅദിൻ ഫിർ റിസ്ഖ് ഫമല്ലദീന ഫുദ്ദിലൂ ബിറാദ്ദി റിസ്ഖിഹിം അലാ മാ മലകത് അയ്മാനുഹും ഫഹും ഫീഹി സവാ അഫബിനിഅ്മതില്ലാഹി യജ്ഹദൂൻ. ആഹാരകാര്യത്തിൽ അല്ലാഹു നിങ്ങളിൽ ചിലരെ മറ്റു ചിലരേക്കാൾ മികവുറ്റവരാക്കിയിരിക്കുന്നു. എന്നാൽ മികവ് ലഭിച്ചവർ തങ്ങളുടെ വിഭവം തങ്ങളുടെ ഭൃത്യന്മാർക്ക് വിട്ടുകൊടുക്കുന്നതിലൂടെ അവരെയൊക്കെ തങ്ങളെപ്പോലെ അതിൽ സമന്മാരാക്കുന്നില്ല. അപ്പോൾ അല്ലാഹുവിന്റെ അനുഗ്രഹത്തെയാണോ അവർ നിഷേധിക്കുന്നത്? വല്ലാഹു ജഅല ലക്കും മിൻ അൻഫുസികും അസ്വാജൻ വജഅല ലക്കും മിൻ അസ്വാജികും ബനീൻ وجعل لكم من أزواجكم بنين وحفدة ورزقكم من الطيبات أفبالباطل يؤمنون وبنعمة الله هم يكفرون. അല്ലാഹു നിങ്ങൾക്ക് നിങ്ങളുടെ വർഗത്തിൽ നിന്നു തന്നെ ഇണകളെ ഉണ്ടാക്കിത്തന്നു. നിങ്ങൾക്ക് നിങ്ങളുടെ ഇണകളിലൂടെ പുത്രന്മാരെയും നൽകി, പൗത്രന്മാരെയും. വിശിഷ്ട വസ്തുക്കൾ ആഹാരമായി തന്നു. എന്നിട്ടും ഇക്കൂട്ടർ അസത്യത്തിൽ വിശ്വസിക്കുകയാണ്. അല്ലാഹുവിന്റെ അനുഗ്രഹത്തെ അപ്പാടെ തള്ളിപ്പറയുകയും وَيَعْبُدُونَ مِن دُونِ اللَّهِ مَا لَا يَمْلِكُ لَهُمْ رِزْقًا مِنَ السَّمَاوَاتِ وَالْأَرْضِ شَيْئًا وَلَا يَسْتَطِيعُونَ. ആകാശഭൂമികളിൽ നിന്ന് അവർക്ക് ആഹാരമൊന്നും നൽകാത്തവരെയും ഒന്നിനും കഴിയാത്തവരെയുമാണ് അല്ലാഹുവെ വിട്ട് അവർ പൂജിച്ചുകൊണ്ടിരിക്കുന്നത്. فَلَا تَضْرِبُوا لِلَّهِ الْأَمْثَالَ إِنَّ اللَّهَ يَعْلَمُ وَأَنْتُمْ لَا تَعْلَمُونَ. അതിനാൽ നിങ്ങൾ അല്ലാഹുവെ മറ്റൊന്നുമായി സാദൃശ്യപ്പെടുത്തരുത്. തീർച്ചയായും അല്ലാഹു എല്ലാം അറിയുന്നു, നിങ്ങൾ അറിയുന്നുമില്ല. ضرب الله مثلا عبدا مملوكا لا يقدر على شيء ومن رزقناه منا رزقا حسنا
ومن رزقناه منا رزقا حسنا فهو ينفق منه سرا وجهرا هل يستوون الحمد لله بل أكثرهم لا يعلمون. അല്ലാഹു ഒരു ഉദാഹരണം സമർപ്പിക്കുന്നു. ഒരാൾ മറ്റൊരാളുടെ ഉടമയിലുള്ള അടിമയാണ്. അയാൾക്കൊന്നിനും കഴിയില്ല. മറ്റൊരാൾ നാം നമ്മുടെ വകയായി നൽകിയ ഉത്തമമായ ആഹാരപദാർത്ഥങ്ങളിൽ നിന്ന് രഹസ്യമായും പരസ്യമായും ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നു. അവരിരുവരും തുല്യരാണോ? അല്ലാഹുവിന് സ്തുതി. എങ്കിലും അവരിലേറെ പേരും കാര്യം മനസ്സിലാക്കുന്നില്ല. وضرب الله مثلا الرجلين أحدهما أبكم لا يقدر على شيء وهو كل على مولاه أينما يوجهه لا يأت بخير هل يستوي هو ومن يأمر بالعدل وهو على صراط مستقيم. അല്ലാഹു മറ്റൊരു ഉദാഹരണം കൂടി നൽകുന്നു. രണ്ടാളുകൾ, അവരിലൊരുവൻ ഊമയാണ്, ഒന്നിനും കഴിയാത്തവൻ. അവൻ തന്റെ യജമാനന് ഒരു ഭാരമാണ്. അയാൾ അവനെ എവിടേക്കയച്ചാലും അവൻ ഒരു നന്മയും വരുത്തുകയില്ല. അയാളും സ്വയം നേർവഴിയിൽ നിലയുറപ്പിച്ച് നീതി കൽപ്പിക്കുന്നവനും ഒരുപോലെയാണ്. വലില്ലാഹി ഗൈബുസ് സമാവാതി വൽ അർദ് വമാ അംറുസ് സാഅതി ഇല്ലാ കലംഹിൽ ബസരി ഔ ഹുവ അഖറബ് ഇന്നല്ലാഹ അലാ കുല്ലി ശൈഇൻ ഖദീർ. ആകാശഭൂമികളിൽ ഒളിഞ്ഞിരിക്കുന്നവയൊക്കെയും നന്നായി അറിയുന്നവൻ അല്ലാഹു മാത്രമാണ്. ആ അന്ത്യസമയം ഇമവെട്ടും പോലെ മാത്രമാണ്, അല്ലെങ്കിൽ അതിനേക്കാൾ വേഗതയുള്ളത്. അല്ലാഹു എല്ലാ കാര്യങ്ങൾക്കും കഴിവുറ്റവനാണ്. വല്ലാഹു അഖ്റജകും മിൻ ബുതൂനി ഉമ്മഹാതികും ലാ തഅലമൂന ശൈഅൻ وجعل لكم السمع والأبصار والأفئدة لعلكم تشكرون. അല്ലാഹു നിങ്ങളെ മാതാക്കളുടെ ഉദരങ്ങളിൽ നിന്ന് ഒന്നും അറിയാത്തവരായി പുറത്തേക്ക് കൊണ്ടുവന്നു. പിന്നെ നിങ്ങൾക്ക് അവൻ കേൾവിയും കാഴ്ചകളും ഹൃദയങ്ങളും നൽകി. നിങ്ങൾ നന്ദിയുള്ളവരാകാൻ. ألم يروا إلى الطير مسخرات في جو السماء ما يمسكهن إلا الله إن في ذلك لآيات لقوم يؤمنون. ഇവർ പറവകളെ കാണുന്നില്ലേ? അന്തരീക്ഷത്തിൽ അവ എவ்விധം നിയന്ത്രിക്കപ്പെടുന്നുവെന്ന്. അല്ലാഹുവല്ലാതെ ആരും അവയെ താങ്ങി നിർത്തുന്നില്ല. വിശ്വസിക്കുന്ന ജനത്തിന് ഇതിൽ ധാരാളം ദൃഷ്ടാന്തങ്ങളുണ്ട്. വല്ലാഹു ജഅല ലക്കും മിൻ ബുയൂതികും സകനൻ വജഅല ലക്കും മിൻ ജുലൂദിൽ അൻആമി ബുയൂതൻ تستخفونها يوم ظعنكم ويوم إقامتكم ومن أصوافها وأوبارها وأشعارها أثاثا ومتاعا إلى حين. അല്ലാഹു നിങ്ങളുടെ വീടുകളെ നിങ്ങൾക്കുള്ള വിശ്രമസ്ഥലങ്ങളാക്കി. മൃഗത്തോലുകളിൽ നിന്ന് അവൻ നിങ്ങൾക്ക് പാർപ്പിടങ്ങളുണ്ടാക്കിത്തന്നു. നിങ്ങളുടെ യാത്രാ നാളുകളിലും താവളമടിക്കുന്ന ദിനങ്ങളിലും നിങ്ങളവ അനായാസം ഉപയോഗപ്പെടുത്തുന്നു. ചെമ്മരിയാടുകളുടെയും ഒട്ടകങ്ങളുടെയും കോലാടുകളുടെയും രോമങ്ങളിൽ നിന്ന് നിശ്ചിത കാലം വരെ ഉപയോഗിക്കാവുന്ന വീട്ടുപകരണങ്ങൾ അവനുണ്ടാക്കിത്തന്നു. ഉപകാരപ്രദമായ മറ്റു വസ്തുക്കളും.
والله جعل لكم مما خلق ظلالا وجعل لكم من الجبال أكنانا وجعل لكم سرابيل تقيكم الحر وسرابيل تقيكم بأسكم كذلك يتم نعمته عليكم لعلكم تسلمون. അല്ലാഹു താൻ സൃഷ്ടിച്ച നിരവധി വസ്തുക്കളാൽ നിങ്ങൾക്ക് തണലുണ്ടാക്കി. പർവ്വതങ്ങളിൽ അവൻ നിങ്ങൾക്ക് അഭയസ്ഥാനങ്ങളുമുണ്ടാക്കി. നിങ്ങളെ ചൂടിൽ നിന്ന് കാത്തുരക്ഷിക്കുന്ന വസ്ത്രങ്ങൾ നൽകി. യുദ്ധവേളയിൽ സംരക്ഷണമേകുന്ന കവചങ്ങളും പ്രദാനം ചെയ്തു. ഇவ்விധം അല്ലാഹു തന്റെ അനുഗ്രഹം നിങ്ങൾക്ക് പൂർത്തീകരിച്ചു തരുന്നു, നിങ്ങൾ അനുസരണമുള്ളവരാകാൻ. فإن تولوا فإنما عليك البلاغ المبين. എന്നിട്ടും അവർ പിന്മാറുകയാണെങ്കിൽ ഓർക്കുക, സത്യസന്ദേശം വ്യക്തമായി എത്തിച്ചു കൊടുക്കുന്നതല്ലാത്ത ഒരു ഉത്തരവാദിത്വവും നിനക്കില്ല. يعرفون نعمة الله ثم ينكرونها وأكثرهم الكافرون. അല്ലാഹുവിന്റെ അളവറ്റ അനുഗ്രഹങ്ങൾ അവരറിയുന്നുണ്ട്, എന്നിട്ടും അവരതിനെ തള്ളിപ്പറയുകയാണ്. അവരിലേറെ പേരും നന്ദി കെട്ടവരാണ്. ويوم نبعث من كل أمة شهيدا ثم لا يؤذن للذين كفروا ولا هم يستعتبون. എല്ലാ ഓരോ സമുദായത്തിൽ നിന്നും ഓരോ സാക്ഷിയെ നാം ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന ദിവസം, അന്ന് പിന്നെ ഒഴികഴിവു പറയാൻ സത്യനിഷേധികൾക്ക് ഒരവസരവും നൽകുകയില്ല. അവരിൽ നിന്ന് പശ്ചാത്താപം ആവശ്യപ്പെടുകയുമില്ല. وَإِذَا رَأَى الَّذِينَ ظَلَمُوا الْعَذَابَ فَلَا يُخَفَّفُ عَنْهُمْ وَلَا هُمْ يُنظَرُونَ. അക്രമം പ്രവർത്തിച്ചവർ ശിക്ഷ നേരിൽ കണ്ടാൽ പിന്നീട് അവർക്ക് അതിലൊരിളവും നൽകുകയില്ല, അവർക്കൊട്ടും അവധി ലഭിക്കുകയുമില്ല. وَإِذَا رَأَى الَّذِينَ أَشْرَكُوا شُرَكَاءَهُمْ قَالُوا رَبَّنَا هَؤُلَاءِ شُرَكَاؤُنَا الَّذِينَ كُنَّا نَدْعُو مِن دُونِكَ فَأَلْقَوْا إِلَيْهِمُ الْقَوْلَ إِنَّكُمْ لَكَاذِبُونَ. ബഹുദൈവ വിശ്വാസികൾ തങ്ങൾ അല്ലാഹുവിൽ പങ്കാളികളാക്കിയിരുന്നവരെ കാണുമ്പോൾ പറയും, ഞങ്ങളുടെ നാഥ, നിന്നെ വിട്ട് ഞങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കാറുണ്ടായിരുന്ന ഞങ്ങളുടെ പങ്കാളികളാണിവർ. അപ്പോൾ ആ പങ്കാളികൾ അവരോടിങ്ങനെ പറയും, നിങ്ങൾ കള്ളം പറയുന്നവരാണ്. وَأَلْقَوْا إِلَى اللَّهِ يَوْمَئِذٍ السَّلَمَ وَضَلَّ عَنْهُمْ مَا كَانُوا يَفْتَرُونَ. അന്ന് അവരെല്ലാം അല്ലാഹുവിന് കീഴൊതുങ്ങും. അവർ കെട്ടിച്ചമച്ചിരുന്നവയെല്ലാം അവരിൽ നിന്ന് അകന്നുപോകും. الَّذِينَ كَفَرُوا وَصَدُّوا عَن سَبِيلِ اللَّهِ زِدْنَاهُمْ عَذَابًا فَوْقَ الْعَذَابِ بِمَا كَانُوا يُفْسِدُونَ. സത്യത്തെ നിഷേധിച്ചു തള്ളുകയും അല്ലാഹുവിന്റെ മാർഗത്തിൽ നിന്ന് ജനങ്ങളെ തടയുകയും ചെയ്തവർക്ക് നാം ശിക്ഷയ്ക്കുമേൽ ശിക്ഷ കൂട്ടിക്കൊടുക്കും. അവർ നാശം വരുത്തിക്കൊണ്ടിരുന്നതിനാലാണിത്. وَيَوْمَ نَبْعَثُ فِي كُلِّ أُمَّةٍ شَهِيدًا عَلَيْهِمْ مِنْ أَنفُسِهِمْ وَجِئْنَا بِكَ شَهِيدًا عَلَى هَؤُلَاءِ وَنَزَّلْنَا عَلَيْكَ الْكِتَابَ تِبْيَانًا لِكُلِّ شَيْءٍ وَهُدًى وَرَحْمَةً وَبُشْرَى لِلْمُسْلِمِينَ. ഓരോ സമുദായത്തിലും അവർക്കെതിരായി നിലകൊള്ളുന്ന സാക്ഷിയെ അവരിൽ നിന്നു തന്നെ നാം നിയോഗിക്കുന്ന ദിവസമാണത്. ഇക്കൂട്ടർക്കെതിരെ സാക്ഷിയായി
നിന്നെ നാം കൊണ്ടുവരുന്നതുമാണ്. നിനക്ക് നാം ഈ വേദപുസ്തകം ഇറക്കിത്തന്നിരിക്കുന്നു. ഇതിൽ സകല സംഗതികൾക്കുമുള്ള വിശദീകരണമുണ്ട്. വഴിപ്പെട്ട് ജീവിക്കുന്നവർക്ക് വഴികാട്ടിയും അനുഗ്രഹവും ശുഭവൃത്താന്തവുമാണിത്. ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാനി വഈതാഇ ദിൽ ഖുർബാ വയൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകരി വൽ ബഗി യഅിദുകും ലഅല്ലകും തദക്കറൂൻ. നീതി പാലിക്കണമെന്നും നന്മ ചെയ്യണമെന്നും കുടുംബബന്ധമുള്ളവർക്ക് സഹായം നൽകണമെന്നും അല്ലാഹു കൽപ്പിക്കുന്നു. നീചവും നിഷിദ്ധവും അതിക്രമവും വിലക്കുകയും ചെയ്യുന്നു. അവൻ നിങ്ങളെ ഉപദേശിക്കുകയാണ് നിങ്ങൾ കാര്യം മനസ്സിലാക്കാൻ. وَأَوْفُوا بِعَهْدِ اللَّهِ إِذَا عَاهَدتُّمْ وَلَا تَنقُضُوا الْأَيْمَانَ بَعْدَ تَوْكِيدِهَا وَقَدْ جَعَلْتُمُ اللَّهَ عَلَيْكُمْ كَفِيلًا إِنَّ اللَّهَ يَعْلَمُ مَا تَفْعَلُونَ. നിങ്ങൾ അല്ലാഹുവോട് പ്രതിജ്ഞ ചെയ്താൽ പൂർണ്ണമായും പാലിക്കുക. അല്ലാഹുവെ സാക്ഷിയാക്കി നിങ്ങൾ ചെയ്തുറപ്പിക്കുന്ന സത്യങ്ങളൊന്നും ലംഘിക്കരുത്. നിങ്ങൾ അല്ലാഹുവെ ജാമ്യക്കാരനാക്കിയിരിക്കുകയാണല്ലോ. നിങ്ങൾ ചെയ്യുന്നതൊക്കെയും അല്ലാഹു അറിയുന്നുണ്ട്. ولا تكونوا كالتي نقضت غزلها من بعد قوة أنكاثا تتخذون أيمانكم دخلا بينكم أن تكون أمة هي أربى من أمة إنما يبلوكم الله به وَلَيُبَيِّنَنَّ لَكُمْ يَوْمَ الْقِيَامَةِ مَا كُنْتُمْ فِيهِ تَخْتَلِفُونَ. ഭദ്രതയോടെ നൂൽ നൂറ്റ ശേഷം അത് പല തുണ്ടുകളാക്കി പൊട്ടിച്ചു കളഞ്ഞവളെപ്പോലെ നിങ്ങളാകരുത്. ഒരു ജനവിഭാഗം മറ്റൊരു ജനവിഭാഗത്തെക്കാൾ കൂടുതൽ നേടാനായി നിങ്ങൾ നിങ്ങളുടെ ശപഥങ്ങളെ പരസ്പരം വഞ്ചനോപാധിയാക്കരുത്. അതിലൂടെ അല്ലാഹു നിങ്ങളെ പരീക്ഷിക്കുക മാത്രമാണ് ചെയ്യുന്നത്. ഉയിർത്തെഴുന്നേൽപ്പു നാളിൽ നിങ്ങൾ ഭിന്നിച്ചിരുന്ന കാര്യങ്ങളുടെ നിജസ്ഥിതി നിങ്ങൾക്കവൻ വ്യക്തമാക്കി തരിക തന്നെ ചെയ്യും. വലൗ ശാഅ അല്ലാഹു ലജഅലകും ഉമ്മതൻ വാഹിദതൻ വലാകിൻ യുദില്ലു മൻ യശാഉ വയഹ്ദി മൻ യശാഉ وَلَتُسْأَلُنَّ عَمَّا كُنْتُمْ تَعْمَلُونَ. അല്ലാഹു ഇച്ഛിച്ചിരുന്നെങ്കിൽ നിങ്ങളെ അവൻ ഒരൊറ്റ സമുദായമാക്കുമായിരുന്നു. എന്നാൽ അവൻ ഇച്ഛിക്കുന്നവരെ അവൻ വഴികേടിലാക്കുന്നു, അവൻ ഇച്ഛിക്കുന്നവരെ നേർവഴിയിലാക്കുകയും ചെയ്യുന്നു. നിങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതിനെപ്പറ്റി തീർച്ചയായും നിങ്ങൾ ചോദിക്കപ്പെടും. وَلَا تَتَّخِذُوا أَيْمَانَكُمْ دَخَلًا بَيْنَكُمْ فَتَزِلَّ قَدَمٌ بَعْدَ ثُبُوتِهَا وَتَذُوقُوا السُّوءَ بِمَا صَدَدتُّمْ عَن سَبِيلِ اللَّهِ وَلَكُمْ عَذَابٌ عَظِيمٌ. നിങ്ങൾ നിങ്ങളുടെ ശപഥങ്ങളെ പരസ്പരം വഞ്ചനോപാധിയാക്കരുത്. അങ്ങനെ ചെയ്താൽ സത്യത്തിൽ നിലയുറപ്പിച്ച ശേഷം കാലിടറാനും അല്ലാഹുവിന്റെ മാർഗത്തിൽ നിന്ന് ജനങ്ങളെ തടഞ്ഞതിന്റെ പേരിൽ ദുരിതമനുഭവിക്കാനും അതിടവരുത്തും. പിന്നെ നിങ്ങൾക്ക് അതിഭയങ്കരമായ ശിക്ഷയുണ്ടാകും. وَلَا تَشْتَرُوا بِعَهْدِ اللَّهِ ثَمَنًا قَلِيلًا إِنَّمَا عِندَ اللَّهِ هُوَ خَيْرٌ لَكُمْ إِن كُنتُمْ تَعْلَمُونَ. അല്ലാഹുവുമായുള്ള പ്രതിജ്ഞകൾ നിങ്ങൾ നിസ്സാര വിലയ്ക്ക് വിൽക്കരുത്. സംശയം വേണ്ട, അല്ലാഹുവിന്റെ അടുത്തുള്ളത് തന്നെയാണ് നിങ്ങൾക്കുത്തമം. നിങ്ങൾ കാര്യം മനസ്സിലാക്കുന്നവരെങ്കിൽ. മാ ഇൻദകും യൻഫദു വമാ ഇൻദല്ലാഹി ബാഖ് വലനജ്സിയന്ന
الذين صبروا أجرهم بأحسن ما كانوا يعملون. നിങ്ങളുടെ വശമുള്ളത് തീർന്നു പോകും, ബാക്കിയാവുന്നത് അല്ലാഹുവിന്റെ വശമുള്ളത് മാത്രം. തീർച്ചയായും ക്ഷമ പാലിക്കുന്നവർക്ക് നാം അവരുടെ നന്മ നിറഞ്ഞ കർമ്മങ്ങൾക്ക് അർഹമായ പ്രതിഫലം നൽകും. من عمل صالحا من ذكر أو أنثى وهو مؤمن فلنحيينه حياة طيبة ولنجزينهم أجرهم بأحسن ما كانوا يعملون. പുരുഷനോ സ്ത്രീയോ ആരാവട്ടെ, സത്യവിശ്വാസിയായിരിക്കെ സൽക്കർമ്മം പ്രവർത്തിക്കുന്നവർക്ക് നിശ്ചയമായും നാം മെച്ചപ്പെട്ട ജീവിതം നൽകും. അവർ പ്രവർത്തിച്ചുകൊണ്ടിരുന്നതിൽ ഏറ്റവും ഉത്തമമായതിന് അനുസൃതമായ പ്രതിഫലവും നാം അവർക്ക് കൊടുക്കും. فإذا قرأت القرآن فاستعذ بالله من الشيطان الرجيم. നീ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ശപിക്കപ്പെട്ട പിശാചിൽ നിന്ന് അല്ലാഹുവോട് ശരണം തേടുക. ഇന്നഹു ലൈസ ലഹു സുൽത്താനുൻ അലല്ലദീന ആമനൂ വഅലാ റബ്ബിഹിം യതവക്കലൂൻ. സത്യവിശ്വാസം സ്വീകരിക്കുകയും തങ്ങളുടെ നാഥനിൽ ഭരമേൽപ്പിക്കുകയും ചെയ്യുന്നവരുടെ മേൽ പിശാചിന് ഒട്ടും സ്വാധീനമില്ല. إنما سلطانه على الذين يتولونه والذين هم به مشركون. പിശാചിനെ രക്ഷാധികാരിയാക്കുകയും അവന്റെ പ്രേരണ മൂലം അല്ലാഹുവിൽ പങ്കുചേർക്കുകയും ചെയ്യുന്നവരുടെ മേൽ മാത്രമാണ് അവന് സ്വാധീനമുള്ളത്. وَإِذَا بَدَّلْنَا آيَةً مَكَانَ آيَةٍ وَاللَّهُ أَعْلَمُ بِمَا يُنَزِّلُ قَالُوا إِنَّمَا أَنْتَ مُفْتَرٍ بَلْ أَكْثَرُهُمْ لَا يَعْلَمُونَ. ഒരു വചനത്തിന് പകരമായി മറ്റൊരു വചനം നാം അവതരിപ്പിക്കുമ്പോൾ താൻ എന്താണ് അവതരിപ്പിക്കുന്നതെന്ന് അല്ലാഹുവിന് നന്നായി അറിയാം. അവർ പറയും, നീ ഇത് കൃത്രിമമായി കെട്ടിയുണ്ടാക്കുന്നവൻ മാത്രമാണ്. എന്നാൽ യാഥാർത്ഥ്യം അതല്ല. അവരിലേറെ പേരും കാര്യമറിയുന്നില്ല. قُلْ نَزَّلَهُ رُوحُ الْقُدُسِ مِنْ رَبِّكَ بِالْحَقِّ لِيُثَبِّتَ الَّذِينَ آمَنُوا وَهُدًى وَبُشْرَى لِلْمُسْلِمِينَ. പറയുക, നിന്റെ നാഥങ്കൽ നിന്ന് പരിശുദ്ധാത്മാവ് വളരെ കണിശതയോടെ ഇറക്കിത്തന്നതാണിത്. അത് സത്യവിശ്വാസം സ്വീകരിച്ചവരെ അതിലുറപ്പിച്ചു നിർത്തുന്നു. വഴിപ്പെട്ട് ജീവിക്കുന്നവർക്കത് വഴികാട്ടിയാണ്, ശുഭവാർത്തയും. وَلَقَدْ نَعْلَمُ أَنَّهُمْ يَقُولُونَ إِنَّمَا يُعَلِّمُهُ بَشَرٌ لِسَانُ الَّذِي يُلْحِدُونَ إِلَيْهِ أَعْجَمِيٌّ وَهَذَا لِسَانٌ عَرَبِيٌّ مُبِينٌ. ഇദ്ദേഹത്തിനിത് പഠിപ്പിച്ചു കൊടുക്കുന്നത് വെറുമൊരു മനുഷ്യൻ മാത്രമാണെന്ന് ഇക്കൂട്ടർ പ്രചരിപ്പിക്കുന്നതായി നിശ്ചയമായും നമുക്കറിയാം. എന്നാൽ ഇവർ ദുസ്സൂചന നൽകിക്കൊണ്ടിരിക്കുന്നയാളുടെ ഭാഷ അറബിയല്ല, ഇതോ തെളിഞ്ഞ അറബി ഭാഷയിലും. ഇന്നല്ലദീന ലാ യുഅ്മിനൂന ബിആയാതില്ലാഹി ലാ യഹ്ദീഹിമുല്ലാഹു വലഹും അദാബുൻ അലീം. അല്ലാഹുവിന്റെ വചനങ്ങളിൽ വിശ്വസിക്കാത്തവരെ അല്ലാഹു നേർവഴിയിലാക്കുകയില്ല, തീർച്ച അവർക്ക് നോവേറിയ ശിക്ഷയുണ്ട്. ഇന്നമാ യഫ്തരിൽ കദിബല്ലദീന ലാ യുഅ്മിനൂന ബിആയാതില്ലാഹി വഉലൈക ഹുമുൽ കാദിബൂൻ. അല്ലാഹുവിന്റെ വചനങ്ങളിൽ വിശ്വസിക്കാത്തവർ തന്നെയാണ് കള്ളം കെട്ടിച്ചമക്കുന്നത്, നുണ പറയുന്നവരും അവർ തന്നെ. മൻ കഫറ ബില്ലാഹി മിൻ ബഅദി ഈമാനിഹി ഇല്ലാ മൻ ഉക്രിഹ വഖൽബുഹു മുത്മഇന്നുൻ
بالإيمان إلا من أكره وقلبه مطمئن بالإيمان ولكن من شرح بالكفر صدرا فعليهم غضب من الله ولهم عذاب عظيم. അള്ളാഹുവിൽ വിശ്വസിച്ച ശേഷം അവിശ്വസിച്ചവൻ തുറന്ന മനസ്സോടെ സത്യനിഷേധം അംഗീകരിച്ചവരാണെങ്കിൽ അവരുടെ മേൽ ദൈവകോപമുണ്ട്, കടുത്ത ശിക്ഷയും. എന്നാൽ തങ്ങളുടെ മനസ്സ് സത്യവിശ്വാസത്തിൽ ശാന്തി നേടിയതായിരിക്കെ നിർബന്ധിതരായി അങ്ങനെ ചെയ്യുന്നവർക്ക് ഇത് ബാധകമല്ല. ذلك بأنهم استحبوا الحياة الدنيا على الآخرة وأن الله لا يهدي القوم الكافرين. അവർ ഐഹിക ജീവിതത്തെ പരലോകത്തെക്കാൾ ഇഷ്ടപ്പെടുന്നതിനാലാണിത്. സത്യനിഷേധികളായ ജനത്തെ അല്ലാഹു നേർവഴിയിലാക്കുകയില്ല. أولئك الذين طبع الله على قلوبهم وسمعهم وأبصارهم وأولئك هم الغافلون. അല്ലാഹു ഹൃദയങ്ങളും കാതുകളും കണ്ണുകളും കൊട്ടിയടച്ച് മുദ്രവച്ചവരാണവർ, തികഞ്ഞ അശ്രദ്ധയിൽ കഴിയുന്നവരും. لا جرم أنهم في الآخرة هم الخاسرون. സംശയം വേണ്ട, പരലോകത്ത് നഷ്ടം പറ്റിയവരും അവർ തന്നെ. ثم إن ربك للذين هاجروا من بعد ما فتنوا ثم جاهدوا وصبروا إن ربك من بعدها لغفور رحيم. നേരെ മറിച്ച് അങ്ങേയറ്റം പീഡിതരായ ശേഷം സ്വദേശം വെടിഞ്ഞ് പലായനം നടത്തുകയും പിന്നീട് സമരത്തിലേർപ്പെടുകയും ക്ഷമ പാലിക്കുകയും ചെയ്തവരെ സംബന്ധിച്ചിടത്തോളം നിന്റെ നാഥൻ ഏറെ പൊറുക്കുന്നവനും പരമദയാലുവും തന്നെ. തീർച്ച يوم تأتي كل نفس تجادل عن نفسها وتوفى كل نفس ما عملت وهم لا يظلمون. ഒരു ദിനം അതുണ്ടാകും, അന്ന് എല്ലാ മനുഷ്യരും സ്വന്തം കാര്യത്തിനു വേണ്ടി വാദിച്ചുകൊണ്ടിരിക്കും. ഓരോരുത്തർക്കും തങ്ങളുടെ കർമ്മഫലം പൂർണ്ണമായി നൽകപ്പെടും. ആരും ഒരുവിധ അനീതിക്കും ഇരയാവുകയുമില്ല. وضرب الله مثلا قرية كانت آمنة مطمئنة يأتيها رزقها رغدا من كل مكان فكفرت بأنعم الله فأذاقها الله لباس الجوع والخوف بما كانوا يصنعون. അല്ലാഹു ഒരു നാടിന്റെ ഉദാഹരണം എടുത്തു കാണിക്കുന്നു. അത് നിർഭയവും ശാന്തവുമായിരുന്നു. അവിടേക്കാവശ്യമായ ആഹാരം നാനാഭാഗത്തു നിന്നും സമൃദ്ധമായി വന്നുകൊണ്ടിരുന്നു. എന്നിട്ടും ആ നാട് അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങളോട് നന്ദികേട് കാണിച്ചു. അപ്പോൾ അല്ലാഹു അതിനെ വിശപ്പിന്റെയും ഭയത്തിന്റെയും ആവരണമണിയിച്ചു. അവർ പ്രവർത്തിച്ചുകൊണ്ടിരുന്നതിന്റെ ഫലമായി. وَلَقَدْ جَاءَهُمْ رَسُولٌ مِّنْهُمْ فَكَذَّبُوهُ فَأَخَذَهُمُ الْعَذَابُ وَهُمْ ظَالِمُونَ. അവരിൽ നിന്ന് തന്നെയുള്ള ഒരു ദേവദൂതൻ അവരുടെ അടുത്തു ചെന്നു. അപ്പോൾ അവരദ്ദേഹത്തെ കളവാക്കി. അവരങ്ങനെ അക്രമികളായി. ശിക്ഷ അവരെ പിടികൂടുകയും ചെയ്തു. فَكُلُوا مِمَّا رَزَقَكُمُ اللَّهُ حَلَالًا طَيِّبًا وَاشْكُرُوا نِعْمَةَ اللَّهِ إِن كُنتُمْ إِيَّاهُ تَعْبُدُونَ. അതിനാൽ അല്ലാഹു നിങ്ങൾക്കു നൽകിയ വിഭവങ്ങളിൽ അനുവദനീയവും ഉത്തമവുമായത് തിന്നുകൊള്ളുക. അല്ലാഹുവിന്റെ അനുഗ്രഹത്തിന് നന്ദി കാണിക്കുക.
നിങ്ങൾ അവന് മാത്രം വഴിപ്പെടുന്നവരെങ്കിൽ إنما حرم عليكم الميتة والدم ولحم الخنزير وما أهل لغير الله به فمن اضطر غير باغ ولا عاد فإن الله غفور رحيم. ശവം, രക്തം, പന്നിമാംസം, അല്ലാഹു അല്ലാത്തവരുടെ പേരിൽ അറുക്കപ്പെട്ടത് ഇവ മാത്രമാണ് അല്ലാഹു നിങ്ങൾക്ക് നിഷിദ്ധമാക്കിയത്. അഥവാ ആരെങ്കിലും നിർബന്ധിതനായാൽ അവൻ അതാഗ്രഹിക്കുന്നവനോ അത്യാവശ്യത്തിലേറെ തിന്നുന്നവനോ അല്ലെങ്കിൽ അല്ലാഹു ഏറെ പൊറുക്കുന്നവനും പരമകാരുണികനുമാകുന്നു. ولا تقولوا لما تصف ألسنتكم الكذب هذا حلال وهذا حرام لتفتروا على الله الكذب إن الذين يفترون على الله الكذب لا يفلحون. നിങ്ങളുടെ നാവുകൾ വിശേഷിപ്പിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ ഇത് അനുവദനീയം, ഇത് നിഷിദ്ധം എന്നിങ്ങനെ കള്ളം പറയാതിരിക്കുക. നിങ്ങൾ അല്ലാഹുവിന്റെ പേരിൽ കള്ളം കെട്ടിച്ചമക്കലാകുമത്. അല്ലാഹുവിന്റെ പേരിൽ കള്ളം കെട്ടിച്ചമക്കുന്നവർ ഒരിക്കലും വിജയിക്കുകയില്ല, തീർച്ച. മതാഉൻ ഖലീലു വലഹും അദാബുൻ അലീം. വളരെ തുച്ഛമായ സുഖാനുഭവമാണ് അവർക്കുണ്ടാവുക, പിന്നെ അവർക്ക് നോവേറിയ ശിക്ഷയുണ്ട്. وعلى الذين هادوا حرمنا ما قصصنا عليك من قبل وما ظلمناهم ولكن كانوا أنفسهم يظلمون. നിനക്ക് നേരത്തെ നാം വിവരിച്ചു തന്നവ ജൂതന്മാർക്കും നാം നിഷിദ്ധമാക്കുകയുണ്ടായി. നാം അവരോടൊട്ടും അനീതി ചെയ്തിട്ടില്ല, അവർ തങ്ങളോട് തന്നെ അനീതി ചെയ്യുകയായിരുന്നു. ثم إن ربك للذين عملوا السوء بجهالة ثم تابوا من بعد ذلك وأصلحوا إن ربك من بعدها لغفور رحيم. എന്നാൽ അറിവില്ലായ്മ കാരണം അബദ്ധം പ്രവർത്തിക്കുകയും പിന്നീട് പശ്ചാത്തപിക്കുകയും ജീവിതം നന്നാക്കി തീർക്കുകയും ചെയ്തവരോട് അതിനുശേഷവും നിന്റെ നാഥൻ ഏറെ പൊറുക്കുന്നവനും ദയാപരനും തന്നെ, തീർച്ച. ഇന്ന ഇബ്രാഹീമ കാന ഉമ്മതൻ ഖാനിതൻ ലില്ലാഹി ഹനീഫൻ വലം യകു മിനൽ മുശ്രികീൻ. ഇബ്രാഹിം സ്വയം ഒരു സമുദായമായിരുന്നു. അദ്ദേഹം അല്ലാഹുവിന് വഴങ്ങി ജീവിക്കുന്നവനായിരുന്നു, ചൊവ്വായ പാതയിൽ ഉറച്ചു നിൽക്കുന്നവനും. അദ്ദേഹം ബഹുദൈവ വിശ്വാസികളിൽപ്പെട്ടവനായിരുന്നില്ല. ശാകിറൻ ലിഅൻഉമിഹി ഇജ്തബാഹു വഹദാഹു ഇലാ സിറാത്തിൻ മുസ്തഖീം. അദ്ദേഹം അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുന്നവനായിരുന്നു. അല്ലാഹു അദ്ദേഹത്തെ തിരഞ്ഞെടുക്കുകയും ഏറ്റം നേരായ വഴിയിൽ നയിക്കുകയും ചെയ്തു. വആതൈനാഹു ഫിദ്ദുനിയാ ഹസനതൻ വഇന്നഹു ഫിൽ ആഖിറതി ലമിനസ് സാലിഹീൻ. ഇഹലോകത്ത് അദ്ദേഹത്തിന് നാം നന്മ നൽകി, പരലോകത്തോ ഉറപ്പായും അദ്ദേഹം സച്ചരിതരിലായിരിക്കും. ثم أوحينا إليك أن اتبع ملة إبراهيم حنيفا وما كان من المشركين. പിന്നീട് നിനക്ക് നാം ബോധനം നൽകി, ഏറ്റം ചൊവ്വായ പാതയിൽ നിലയുറപ്പിച്ച ഇബ്രാഹീമിന്റെ മാർഗം പിന്തുടരണമെന്ന്. അദ്ദേഹം ബഹുദൈവ വിശ്വാസികളിൽപ്പെട്ടവനായിരുന്നില്ല. إنما جعل السبت على الذين اختلفوا فيه وإن ربك ليحكم بينهم يوم القيامة فيما كانوا فيه يختلفون. ശാബത്ത് ദിനാചരണം
അക്കാര്യത്തിൽ ഭിന്നിച്ചവരുടെ മേൽ മാത്രമാണ് നാം നടപ്പാക്കിയത്. നിന്റെ നാഥൻ അവർക്കിടയിൽ ഭിന്നതയുള്ള കാര്യങ്ങളിലൊക്കെയും ഉയിർത്തെഴുന്നേൽപ്പ് നാളിൽ തീർപ്പ് കൽപ്പിക്കും. തീർച്ച ادع إلى سبيل ربك بالحكمة والموعظة الحسنة وجادلهم بالتي هي أحسن إن ربك هو أعلم بمن ضل عن سبيله وهو أعلم بالمهتدين. യുക്തി കൊണ്ടും സതുപദേശം കൊണ്ടും നീ ജനത്തെ നിന്റെ നാഥന്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കുക. ഏറ്റവും നല്ല നിലയിൽ അവരുമായി സംവാദം നടത്തുക. നിശ്ചയമായും നിന്റെ നാഥൻ തന്റെ നേർവഴി വിട്ട് പിഴച്ചുപോയവരെ സംബന്ധിച്ച് നന്നായി അറിയുന്നവനാണ്. നേർവഴി പ്രാപിച്ചവരെപ്പറ്റിയും സൂക്ഷ്മമായി അറിയുന്നവനാണവൻ. وَإِنْ عَاقَبْتُمْ فَعَاقِبُوا بِمِثْلِ مَا عُوقِبْتُمْ بِهِ وَلَئِنْ صَبَرْتُمْ لَهُوَ خَيْرٌ لِلصَّابِرِينَ. നിങ്ങൾ പ്രതികാരം ചെയ്യുന്നുവെങ്കിൽ ഇങ്ങോട്ട് ആക്രമിക്കപ്പെട്ടതിന് തുല്യമായി അങ്ങോട്ടും ശിക്ഷാ നടപടികൾ സ്വീകരിക്കുക. എന്നാൽ നിങ്ങൾ ക്ഷമിക്കുകയാണെങ്കിൽ അറിയുക, അതുതന്നെയാണ് ക്ഷമാശീലർക്ക് കൂടുതൽ ഉത്തമം. واصبر وما صبرك إلا بالله ولا تحزن عليهم ولا تك في ضيق مما يمكرون. നീ ക്ഷമിക്കുക. അല്ലാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് നിനക്ക് ക്ഷമിക്കാൻ കഴിയുന്നത്. അവരെപ്പറ്റി നീ ദുഃഖിക്കരുത്, അവരുടെ കുതന്ത്രങ്ങളെപ്പറ്റി വിഷമിക്കുകയും വേണ്ട. ഇന്നല്ലാഹ മഅല്ലദീന തഖവ വല്ലദീന ഹും മുഹ്സിനൂൻ. സംശയമില്ല, അല്ലാഹു ഭക്തന്മാരോടൊപ്പമാണ്, സച്ചരിതരായി കഴിയുന്നവരോടൊപ്പം.